പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആ അനന്തപുരിയിലാണെങ്കിൽ നമ്മൾ ജലജയുടെയും അബിയുടെയും ക്രൂരതകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് സഹിക്കാനൊക്കെ വയ്യാതാണെങ്കിലും ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അബിക്കും ജലജയ്ക്കും ഇട്ടൊരു പണിയൊക്കെ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നമ്മളെ ദേവയാനി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നവ്യയാണെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പേടി നമ്മുടെ ദേവയാനിക്കും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണല്ലോ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നമ്മളെ നവ്യയെ നന്നാക്കാൻ പോകുന്നതിലും നല്ലത് ജലജയ്ക്ക് ഇട്ട് തന്നെ നല്ല രീതിയിൽ ജലജയെ വരച്ച വഴിയിൽ നിർത്തണമെന്നൊക്കെയാണ് നമ്മൾ ദേവയാനി ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണല്ലോ നമ്മൾ ജലജയാണെങ്കിലും ദേവയാനിയുടെ അടുത്തോട്ടാണെങ്കിൽ വഴക്കിന് വേണ്ടി ചെന്നിട്ടുണ്ട് കേട്ടോ. എടീ, നിൻ്റെ മോനാണെങ്കിൽ അച്ഛനെ വാലാട്ടി നിന്ന് സമ്പാദിക്കുന്ന പൈസയും കാട്ടി ഒരുപാട് പൈസകൾ എൻ്റെ മരുമോൾ സമ്പാദിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ഓഫറുകളും വരുന്നുണ്ട്. ഇപ്പം അനന്തപുരി തറവാട്ടിലെ എതിരെയുള്ള ജ്വല്ലറിക്കാർക്കാണ് എൻ്റെ മരുമോൾ ഇപ്പം പരസ്യമൊക്കെ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ കാശൊക്കെ അവൾ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര അഹങ്കാരത്തോടാണെങ്കിൽ ദേവയാനി എടുത്ത് സംസാരിക്കുന്നുണ്ട്. ആണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു അടി തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, എന്തായാലും അച്ഛനിക്കിട്ടൊരു കൊട്ട് കൊടുക്കണമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിലും തെരുവിലൊക്കെ നടക്കേണ്ടി വരുന്ന നിന്നെ പിടിച്ചൊക്കെ ഇവിടെ ഒരു കുടുംബത്ത് കൊണ്ട് അച്ഛൻ മോളെ കണക്ക് വളർത്തി അച്ഛന് തന്നെ പറഞ്ഞാൽ മതിയെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ദേവയാനി പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ നിന്നെ മോളെ പോലെ എടുത്ത് വളർത്തിയതിൻ്റെ ഒരു നന്ദി പോലും നിനക്ക് ഇല്ലാതായി പോയല്ലോ. അല്ലെങ്കിൽ നിനക്കൊക്കെ വേണ്ടിയാണ് ഞങ്ങളിവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ചൊക്കെ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിച്ച് സഹിച്ചൊക്കെ ജീവിക്കുന്നതെന്നോ? നിങ്ങളല്ലേ ഞങ്ങളെ ഇവിടെ എല്ലാവരും കൂടെ ഇട്ടല്ലേ ഞങ്ങളെ എന്നെ എൻ്റെ മക്കളെ ഇട്ടൊക്കെ ദ്രോഹിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. എന്നിട്ട് പുറത്താക്കാനും ഒക്കെ എല്ലാം ഇവിടെ ഉള്ളവരൊക്കെ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജലജ ആ സമയത്താണെങ്കിലും ജലജ പറയുന്നുണ്ട്, ഇവിടെ ഏട്ടത്തിൻ്റെ മോനാണെങ്കിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും അവിടെ അവനിക്കൊരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും ആരും കൊടുക്കുന്നതും വെക്കുന്നതൊന്നുമില്ല. എൻ്റെ മോനാണെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാൻ മാത്രം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ ദേവേനാണെങ്കിൽ ദേഷ്യം പറയുന്നത്, നിർത്തടി, നീ എന്ത് വഴി പറഞ്ഞത്, എൻ്റെ മോനെ കുറിച്ചാണ് നീ പറഞ്ഞത്, നീ ഇനിയെങ്കിലും നീ സത്യങ്ങളും കാര്യങ്ങളും നീ അറിയണം, അല്ലെങ്കിൽ നീ ചുമ്മാ എൻ്റെയും എൻ്റെ മോനെയും എൻ്റെ മരുമോളെയും ദേഹത്ത് നീയൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വഴക്കുണ്ടാക്കാനും വേണ്ടിയും ഓരോ കുറ്റപ്പെടുത്തലുമായിട്ടൊക്കെ നീയൊക്കെ വരും. അതുകൊണ്ട് നീ അറിയണം, നീ ഇതിൻ്റെ സത്യാവസ്ഥകളെല്ലാം നീ അറിയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ദേവയാനി, ചന്തുമോളെന്ന് പറഞ്ഞാൽ നിൻ്റെ മോൻ്റെ കൊച്ചാണ്, നിൻ്റെ മോനിക്കും അനഘയ്ക്കും ജനിച്ച കുഞ്ഞാണ് ചന്തുമോളെന്ന് പറയുന്നുണ്ട്, അല്ലാതെ എൻ്റെ ആദർശ മോൻ്റെ കൊച്ചൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇത് കേട്ടിട്ടാണെങ്കിലും നമ്മൾ ജലജയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കും, എന്തോ ഏട്ടത്തി പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ സമയത്താണെങ്കിലും നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, ഇതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ നിരത്തി കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആദർശാണെങ്കിലും നവ്യയുടെ ജീവിതമാണെങ്കിലും നശിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് മാത്രമാണ് ആദർശ ആ ഒരു കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും എല്ലാം അബിക്കും അറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആണ് അവൻ നിന്നെയും അവൻ്റെ ഭാര്യയെ അവൻ ചതച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ നിൻ്റെ സ്വഭാവം നന്നായാലല്ലേ നിൻ്റെ മോൻ്റെ സ്വഭാവം നന്നാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ ആദർശ മോൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യത്തില്ല, കാരണം അവനെ ഞാനാ വളർത്തിയത്, അപ്പോൾ അവനിക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവം കാര്യങ്ങളും അവനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. എൻ്റെ മോനെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയത്, അതിൻ്റെ അഹങ്കാരവും കാര്യമൊക്കെ എനിക്ക് കുറച്ചുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ദേവയാനി ആണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിൽ നല്ല രീതിയിൽ എടുത്തിട്ട് അടിക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അഹങ്കാരം മര്യാദയ്ക്ക് കുറച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് വേണം നീ ഇനി ഇവിടെ ജീവിക്കാൻ, ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ദേവയാനി ആണെങ്കിൽ ജാനകിയെ നല്ല രീതിയിൽ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ പറയുന്നത് നീ ഇവിടെ കേൾക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും നവ്യെടുത്ത് വെട്ടി തുറന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും, പിന്നെ അവളായിരിക്കും നിന്നെയും നിൻ്റെ മോനെ ഇവിടുന്ന് ഇറക്കി വിടാനൊക്കെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ദേവയാനി ആണെങ്കിൽ പറയുന്നുണ്ട്. ആഹ, നമ്മളെ ജലജയാണെങ്കിൽ പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. പിന്നെ ആണെങ്കിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ദേവയാനി പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഒരു ജലജയാണ് പിന്നെ അനന്തപുരിക്കാരൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ടിരിക്കുന്നത്, ഇതെന്ത് പറ്റി, നമ്മളെ ദേവയാനി പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതും ഇല്ലാതെ അനുസരിച്ചുകൊണ്ടാണല്ലോ നമ്മളെ ജലജ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണല്ലോ നമ്മൾ നവ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി, അമ്മയാണെങ്കിൽ ഇവിടെ വലിയമ്മയും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടല്ലായിരുന്നോ ഇരുന്നത്, പിന്നെ ഇപ്പം അമ്മ എന്താ ഇപ്പം അവരെല്ലാവരും പറയുന്നതെല്ലാം അനുസരിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ ജലജ പറയുന്നുണ്ട്, അത് ഞാൻ ഇവിടെ ഒരു അഭിനയമാണ്, ഞാൻ ഇവരൊക്കെ പറയുന്നത് അനുസരിക്കുന്നതൊക്കെ കാണിച്ച് ഞാനൊരു അഭിനയം കാണിക്കുവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സമയത്താണെങ്കിലും നമ്മളെ നവ്യാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇതൊക്കെ അമ്മ പറയുന്നതൊക്കെ കള്ളത്തരവോ, കരയിച്ചാൽ എന്തോ അമ്മ ഭയക്കുന്നുണ്ട്, അത് വലിയമ്മായി അമ്മ ആണെങ്കിൽ എന്തോ കാര്യത്തിലൊക്കെ ഭയക്കുന്നുണ്ട്, അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ അവർ പറയുന്നതൊക്കെ കേട്ട് അനുസരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഭിയടുത്ത് ചോദിക്കുന്നുണ്ട്, ഇല്ലേ അഭി നിനക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അഭിയും പറയുന്നുണ്ട്, ആ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തിനാ അമ്മായി പറയുന്നതൊക്കെ അമ്മ കേട്ട് അവരെ ചൊൽപ്പടിക്കൊക്കെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പം നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ അഹങ്കരിക്കാനൊക്കെ ആണെങ്കിലും നവ്യാണെങ്കിൽ പോയി സമ്പാദിച്ചിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ അവരെ ചൊൽപ്പടിക്കൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും ജലജ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എടാ എണ്ണം കിട്ടാൻ നിന്നെ കാരണം അവിടെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളെ ജലജയാണെങ്കിൽ അഭിയെടുത്ത് ചോദിക്കാനോ പറയാനോ ഒന്നും നിന്നിട്ടും ഒന്നുമില്ല. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമ്മളെ ദേവയാനി ആണെങ്കിൽ നമ്മളെ ജലജയെ ഇങ്ങനെ ഇട്ട് ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രസകരമായ വീഡിയോ ഒക്കെ ആയിരിക്കും ഇനി നമുക്ക് കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.